അവൾ വിട പറയുകയാണ്. തൻ്റെ അരുമയായ പക്ഷി തന്നിൽ നിന്നും വിട പറയുകയാണ്, പറന്നകലാൻ പോകുകയാണ്. ആയിഷ കയ്യിലെ ബാഗുകൾ നിലത്ത് വെച്ചു. പതിയെ നന്ദൻ്റെ അടുത്തേക്ക് നീങ്ങി. നന്ദനെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് അയാളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് പതിയെ പറഞ്ഞു, ഞാൻ പോവുകയാണ് നന്ദൻ. നന്ദൻ നിശ്ചലനായിരുന്നു. ഇതാ തൻ്റെ മാറോട് ചേർന്ന്, തൻ്റെ ഹൃദയത്തോട് ചേർന്ന് തൻ്റെ അരുമയായ പക്ഷി. 1000 കരങ്ങളാൽ അവളെ തന്നോട് ചേർക്കുവാൻ, തൻ്റെ ഹൃദയത്തോട് ചേർക്കുവാൻ അവൻ ആഗ്രഹിച്ചു. രക്തമരവിച്ച കൈകൾ നിശ്ചലമായിരുന്നു. അടുത്ത നിമിഷം നിറകണ്ണുകളോടെ ബാഗുകൾ എടുത്ത് ആയിഷ ധൃതിയിൽ നടന്നകന്നു. ലോകം മുഴുവൻ അവളിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. ആ നിറഞ്ഞ കണ്ണുകളിലേക്ക്, ആ പേരിലേക്ക്, ആ രൂപത്തിലേക്ക്, ആ ചലനങ്ങളിലേക്ക് മാത്രമായി തൻ്റെ ലോകം ഒതുങ്ങിയിരിക്കുന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ മറയുന്നത് ഒരു ശില കണക്കെ നന്ദൻ നോക്കി നിന്നു. കാതോർത്താൽ ഹൃദയമിടിപ്പ് കേൾക്കാവുന്ന ചില ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ആത്മാവ് ബന്ധിക്കപ്പെട്ട ചില ജീവിതങ്ങൾ. പ്രണയത്തിനാണോ അതോ നാം നീതി നൽകേണ്ട മറ്റു ചില ബന്ധങ്ങൾക്കാണോ? എവിടെയാണ് നിങ്ങൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നത്? എവിടെയാണ് ഉത്തരമില്ലാതെ നിങ്ങൾ മൂകരാവുന്നത്? പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു പോകുന്ന വെറും സാധാരണക്കാരാണ് നാം എല്ലാവരും. അത്തരം ബഹുഭൂരിപക്ഷത്തിൻ്റെ പ്രണയത്തിൻ്റെ കഥ എൻ്റെ അരുമയായ പക്ഷിക്ക്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ജിസ്മ ഫൈസ് എന്ന എഴുത്തുകാരിയുടെ മനോഹരമായ പുസ്തകമാണ് എൻ്റെ അരുമയായ പക്ഷിക്ക്. നന്ദനും ആയിഷയും ജാനകിയും ആസിഫും ലക്ഷ്മിയും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന പ്രണയത്തിൻ്റെ മനോഹരമായ ലോകം. കടുകട്ടി വാക്കുകളൊന്നുമില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായവരുടെ പ്രണയത്തെ ഇത്ര മനോഹരമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ജിസ്മ ഫൈസ്. പ്രണയത്തെ ഇഷ്ടപ്പെടാത്തവരാരും നമുക്ക് ഇടയിലില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പ്രണയത്തെ, ആ വികാരത്തെ നെഞ്ചോട് ചേർക്കുന്ന ഏവർക്കും ഈ പുസ്തകം ഇഷ്ടമാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ത് മനോഹരമാണല്ലേ ആ പേര് തന്നെ, എൻ്റെ അരുമയായ പക്ഷിക്ക്. ഇത്രത്തോളം പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന പേരുള്ളൊരു പുസ്തകം എങ്ങനെ വായിക്കാതിരിക്കും? പ്രണയത്തിൻ്റെ ഉള്ളൊഴുക്കിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ജിസ്മ ഫൈസ്. തീർച്ചയായും വായിക്കാം.